ഹലോ എവരിവൺ, വെൽക്കം ടു കരിയർ മേക്കർ. ഇന്ന് നമുക്ക് കഴിഞ്ഞ വർഷത്തെ IBPS ക്ലർക്ക്, RRB ക്ലർക്ക്, SBA ക്ലർക്ക് ഇതിൻ്റെ എല്ലാം പ്രിലിംസിന് ചോദിച്ച കുറച്ച് നമ്പർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 to 5, 16, 65, 328, 1957. ഓക്കെ, നമ്പർ സീരീസ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആ നമ്പേഴ്സ് വെറുതെ ഒബ്സർവ് ചെയ്യും. ഒബ്സർവ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഈ നമ്പേഴ്സ് റാപ്പിഡ്ലി ഇൻക്രീസിങ് കാണും അല്ലേ? റാപ്പിഡ്ലി ഇൻക്രീസിങ് ആണെങ്കിൽ നമുക്ക് 2-3 പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് അഡീഷണൽ സബ്ട്രാക്ഷൻ, പിന്നെ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ചിലപ്പോൾ ക്യൂബ്സ് ആയിരിക്കും. ഓക്കെ, ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് കാണാറുള്ള പാറ്റേൺസ് ആണ്. അപ്പോൾ ഈ നമ്പേഴ്സ് നോക്കി കഴിയുമ്പോഴത്തേലും നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് അഡീഷണൽ സബ്ട്രാക്ഷൻ പോലെ ഫീൽ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നിയറസ്റ്റ് കിടക്കുന്ന നമ്പേഴ്സിൽ നമ്പേഴ്സ് ഓൾമോസ്റ്റ് എന്ത് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ആവുന്നത് നോക്കാം. 328 1957 ആയിട്ടുണ്ട്. അത് ഏകദേശം ഇൻറ്റു 6 ആണ് വരിക. 65 328 ആയിട്ടുണ്ട്. ഇത് ഏകദേശം ഇൻറ്റു 5 ആയിരിക്കും വരിക. അടുത്തത് 16 65 ആയിട്ടുണ്ട്. ഏകദേശം ഇൻറ്റു 4. ഇവിടെ ഏകദേശം ഇൻറ്റു 3. അടുത്തത് ഏകദേശം ഇൻറ്റു 2. അടുത്തത് ഇൻറ്റു 1. അപ്പോൾ മൾട്ടിപ്ലൈ എന്ന ഫാക്ടർ നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. 1 into 1 plus 1 ആണ് 2. 2 into 2 plus 1 ആണ് 5. 5 into 3 plus 1 ആണ് 16. 16 into 4 64 plus 1 ആണ് 65. അപ്പോൾ മനസ്സിലായി, മൾട്ടിപ്ലിക്കേഷൻ വിത്ത് അഡീഷൻ ഓഫ് 1 ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് അങ്ങനെയാണെങ്കിൽ 65 into 5 plus 1 അല്ലേ വരേണ്ടത്. 65 into 5 ചെയ്ത് കഴിഞ്ഞാൽ 325 plus 1 326 ആണ് വരേണ്ടത് അല്ലേ? അങ്ങനെയാണ് അടുത്തത് 326 into 6 plus 1 അല്ലേ വരേണ്ടത്. 326 into 6 ചെയ്ത് കഴിഞ്ഞാൽ 1800 plus 120. അപ്പോൾ 1920 plus 36. അപ്പോൾ 1956 plus 1 1957. കറക്റ്റ് അല്ലേ? സോ ഇവിടെ ഈ ടൈം എററാണ്. 328 പകരം അവിടെ 326 ആണ് വരേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ ഈ സീരീസിനകത്തെ റോങ് ടൈം ഏതാണ്? 328 ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റൻ അതോട്ട് പോകാം. 4 11 25 46 74 129 15. 4 11 25 46 74 129 15. നമ്പേഴ്സ് ഓൾമോസ്റ്റ് നിയർ ബൈ അല്ലേ? സോ നമുക്ക് ഫസ്റ്റ് ഡിഫറൻസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഡിഫറൻസ് 4 നിന്ന് 11 ഡിഫറൻസ് പ്ലസ് 7 ആണ്. 11 നിന്ന് 25 ഡിഫറൻസ് പ്ലസ് 14 ആണ്. 25 നിന്ന് 46 ഡിഫറൻസ് പ്ലസ് എത്രയാണ്? 21 ആണ്. അപ്പോൾ നോക്കി, ഈ ഡിഫറൻസുകൾ 7ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടല്ലേ പോകുന്നത്. ഈ ഡിഫറൻസ് 7, ഇത് 14, ഇത് 21. അങ്ങനെ അടുത്തത് 28 ആയിരിക്കണ്ടേ? 28 ആണോ? 60 plus 14 74 കറക്റ്റാണ്. അങ്ങനെ അടുത്ത ഡിഫറൻസ് 35 ആയിരിക്കണ്ടേ? അത് കറക്റ്റാണോ? അതിന് മുമ്പ് 7 3 10. നോ, ഇവിടെയാണ് എറർ. ഓക്കെ, 74 plus 35 ചെയ്ത് നമുക്ക് 109 എന്നാണ് വരിക. ഓക്കെ, അടുത്ത ഡിഫറൻസ് എത്രയായിരിക്കണം? ഇത് 7 to 4 7 to 5. അടുത്ത് 7 to 6 42 ആയിരിക്കണ്ടേ? 109 plus 42 151 ആണല്ലോ. സോ റോങ് ടൈം ഏതാണ്? 129. ഓക്കെ, നമ്പേഴ്സ് നിയർ ബൈ ആയതുകൊണ്ടാണ് നമ്മൾ ഡിഫറൻസ് എടുത്ത് നോക്കിയത്. ഇനി വേറൊരു സംഭവമുണ്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് ലെവൽ ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്ക് ലോജിക്ക് മനസ്സിലായില്ല എന്ന് വിചാരിക്കാം. പക്ഷേ നമ്പേഴ്സ് നിയർ ബൈ ആണെങ്കിൽ എന്ത് ചെയ്യും? ഡിഫറൻസിന് ഡിഫറൻസ് എടുക്കും. അപ്പോൾ അത് ഡബിൾ ഡിഫറൻസിൻ്റെ ക്വസ്റ്റൻ ആവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനകത്ത് പോവാം. ക്വസ്റ്റൻ നമ്പർ 3. ഓക്കെ, ക്വസ്റ്റൻ നമ്പർ 3 84 96 83 95 80 94 81. നമ്പേഴ്സ് ഇവിടെ നിയർ ബൈ അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഡിഫറൻസുകൾ എടുത്ത് നോക്കാം. 84 96 ആയി. എത്ര ആഡ് ചെയ്തിട്ടുണ്ട്? പ്ലസ് ഒരു 12. 96 പിന്നെ കുറഞ്ഞ് 83 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര കുറഞ്ഞിട്ടുണ്ട്? മൈനസ് 13. ഇനി 83 95 ആയിട്ടുണ്ട്. അവിടെ എത്രയാണ്? അവിടെ പ്ലസ് 12. 95 80 ആയിട്ടുണ്ട്. മൈനസ് 15. 80 94 ആയി. പ്ലസ് 14. 94 81 ആയി. മൈനസ് 13. പ്ലസ് 12 മൈനസ് 13. പ്ലസ് 12 മൈനസ് 15. പ്ലസ് 14 മൈനസ് 13. ചിലപ്പോൾ ഇത് പ്ലസ് 12 മൈനസ് 13 പ്ലസ് 12 മൈനസ് 13 പ്ലസ് 12 മൈനസ് 13 അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടം വരെ നമ്പേഴ്സ് ഓക്കെയാണ്. അടുത്തത് -13 അല്ലേ വരേണ്ടത്.
95 നിന്ന് 13 മാറ്റി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 82 അല്ലേ ഉള്ളത്. ഇതിൽ നിന്ന് 13 മാറ്റി കഴിഞ്ഞാൽ ബാക്കി 82 ഉണ്ട്. അടുത്തത് 82 94 ആയി. അവിടെ എത്ര? +12 അല്ലേ. അപ്പോൾ എറർ എവിടെയാണ്? എറർ 82ലാണ് എറർ. ഓക്കെ, ഞാനത് കറക്റ്റായിട്ട് എഴുതാം. 80ലാണ് എറർ. 80ക്ക് വരെ എന്താണ് വരേണ്ടത്? 82 ആണ് വരേണ്ടത്. ഓക്കെ, അവിടെ 82 വന്നു കഴിയുമ്പോഴത്തേനും ഇവിടുത്തെ ഡിഫറൻസ് എത്രയാവും? -30. അപ്പോൾ ഇവിടെ എത്രയാവും? +12. ഇവിടെ എത്രയാവും? -30. ഇപ്പോൾ പാറ്റേൺ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നില്ലേ. അപ്പോൾ എറർ എവിടെയാണ്? 80. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എറർ 80ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ അതോട്ട് പോവാം. ക്വസ്റ്റൻ നമ്പർ 4. 3, 5, 8, 17, 33, 58, 94. 3, 5, 8, 17, 33, 58, 94. ഇവിടെ നമ്പേഴ്സ് ഓൾമോസ്റ്റ് നിയർ ബൈ ആണ്. മൾട്ടിപ്ലിക്കേഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് നമുക്ക് ഡിഫറൻസ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അത് കിട്ടിയില്ല നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ അതോട്ട് പോകാം. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ +2, ഇവിടെ +3, ഇവിടെ +9, ഇവിടെ പ്ലസ് എത്രയാണ്? 16, ഇവിടെ +25, ഇവിടെ എത്രയാണ്? +58 6 ആഡ് ചെയ്യുമ്പോൾ 64, പിന്നെ 3. ഈ നമ്പേഴ്സ് എല്ലാം സ്ക്വയേഴ്സ് അല്ലേ. 36 6ൻ്റെ സ്ക്വയറാണ്, 25 5ൻ്റെ സ്ക്വയറാണ്, ഇത് 4ൻ്റെ സ്ക്വയറാണ്, ഇത് 3ൻ്റെ സ്ക്വയറാണ്. അങ്ങനെ അടുത്തത് 2ൻ്റെ സ്ക്വയർ 4ഉം 1ൻ്റെ സ്ക്വയർ 1ഉം അല്ലേ വരേണ്ടത്. ഓക്കെ, 8 നിന്ന് 7 ഡിഫറൻസ് ശരിയാണ്. ദാറ്റ് മീൻസ് 8 കറക്റ്റ് നമ്പറാണ്. അടുത്തത് ഇവിടെ അപ്പം എത്ര വരണം? 4 വരണം. എന്നല്ലേ 4 + 4 8 വരത്തുള്ളൂ. 3 + 1 4ഉം വരത്തുള്ളൂ. അപ്പോൾ എറർ എവിടെയാണ്? 5ലാണ് എറർ. ഓക്കെ, 5ലാണ് എറർ. അതാണ് റൗണ്ട്. 5ന് വരെ എത്രയാണ് വരേണ്ടത്? 4 ആണ് വരേണ്ടത്. അടുത്ത ക്വസ്റ്റൻ തൊട്ടോ. ക്വസ്റ്റൻ നമ്പർ 5. 12, 12, 24, 72, പിന്നെ എത്ര എണ്ണത്തില്ല? 1440. നമ്പേഴ്സ് ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. 12ൻ്റെ × 1 ആണ് 12. ഇത് 2 ടൈംസ് ആണ്, ഇത് 3 ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് 4 ടൈംസും അതിൻ്റെ അടുത്തത് × 5 ടൈംസും ആയിരിക്കണ്ടേ. 72 × 4 ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ 72 2 ഡബിൾ ആക്കിയാൽ മതി. ഓക്കെ, 144, അതിൻ്റെ ഡബിൾ 288 എന്ന് വരും. അപ്പം മിസ്സിംഗ് ടൈം എത്രയാണ്? 288. 288 × 5 ചെയ്താൽ 1440 കിട്ടുമെങ്കിൽ നമ്മുടെ ആൻസർ കറക്റ്റാണ്. 288 × 5 നോക്കി 140, 1000, 1400, 1440. അപ്പോൾ 288 ആണ് അവിടുത്തെ മിസ്സിംഗ് ടൈം. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എടുത്തിട്ട് പോവാം. ക്വസ്റ്റൻ നമ്പർ 6. 16, 17.8, 21.4, 28.6, 43. ഓക്കെ, നമ്പേഴ്സ് അത്യാവശ്യം നിയർ ബൈ ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറൻസസ് ആദ്യം എടുത്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡിഫറൻസസ് നോക്കാം. 16, 17.8 ആയിട്ടുണ്ട്. അവിടെ ഒരു +1.8. 17.8 21.4 ആയിട്ടുണ്ട്. എത്ര വരും? അവസാനം ഒരു 0.6, 8 3.6. 18ൻ്റെ ഡബിൾ അല്ലേ 36. അടുത്ത എത്രയാണ് നോക്കി? 7.2 നോക്കി. 1.8, 1.8ൻ്റെ 2 ടൈംസ്, 1.8ൻ്റെ 4 ടൈംസ്. അടുത്ത അങ്ങനെയാണ് 1.8ൻ്റെ 8 ടൈംസ് ആയിരിക്കണ്ടേ. നോക്കാം. ലാസ്റ്റ് 0.4 വരും. 29, 4, 33. യെസ്. അപ്പോൾ നോക്കി 28, 38, 42. യെസ്, 43. 1.8 അതിന് ഡബിൾ 3.6, അതിന് ഡബിൾ 7.2, അതിന് ഡബിൾ 14.4. അങ്ങനെയാണെങ്കിൽ അടുത്ത ഡിഫറൻസ് 14.4ന് ഡബിൾ ആയിരിക്കണ്ടേ 28.8. 43 ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 60, 72.8 എന്നിട്ട് ആൻസർ. ക്ലിയർ? നമ്പേഴ്സ് നിയർ ബൈ ആയതുകൊണ്ടാണ് നമ്മൾ ഡിഫറൻസ് എടുത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റനകത്തോട്ട് പോകാം. ഓക്കെ, 7th ക്വസ്റ്റ്യൻ. 12, 7, 8, 13, പിന്നെ എന്താ അറിയത്തില്ല 68.5. 12, 7, 8, 17, പിന്നെ എത്ര അറിയത്തില്ല 68.5. സോ ഇവിടെ നമ്പർ റെഡ്യൂസ് ആയിട്ട് അങ്ങേറ്റം വരെ ഇൻക്രീസ് ആവുമല്ലേ. അത് റെഡ്യൂസ് ആയിട്ട് പിന്നെ ഇൻക്രീസ് ആവുമ്പോൾ ഫ്രാക്ഷൻ വെച്ച് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർട്ടിങ്ങിൽ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം.
12 7 ആയിട്ടുണ്ട്. 12ന്റെ ഹാഫ് 6 ആണ്. 6 + 1 ആണ് 7. അടുത്തത് 7 × 1 + 1 അല്ല 8. അടുത്തത് 8 13 ആയിട്ടുണ്ട്. 8 × 1 അല്ല, 8 × 2 അല്ല, 8 × 1.5 ആണോ? യെസ്. 8 × 1.5 എന്ന് പറഞ്ഞാൽ 8നോട് 8ന്റെ ഹാഫ് ആഡ് ചെയ്യണം. അപ്പോൾ 8ന്റെ ഹാഫ് 8നോട് ആഡ് ചെയ്യുന്നതിന് 12. 12 + 1 അല്ല 13. അപ്പോൾ × 0.5 + 1 × 1 + 1 × 1.5 + 1. അങ്ങനെ അടുത്ത എന്തായിരിക്കും? × 2 + 1 ആയിരിക്കത്തില്ലേ? × 2 + 1 എന്ന് പറയുന്നതിനും എത്ര വരും? 27 വരും. അടുത്തത് × 2.5 + 1 ആണ്. 27 × 2.5 + 1 ചെയ്താൽ 68.5 കിട്ടുമെങ്കിൽ ഇതാണ് ആൻസർ. 27ന്റെ ഡബിൾ എത്രയാണ്? 54. 27ന്റെ ഹാഫ് എത്രയാണ്? 13.5. ലാസ്റ്റ് 1 കൂടെ ആണെങ്കിൽ 6 68.5 കറക്റ്റാണ്. സോ ആൻസർ എന്താണ്? 27 ആണ് അവിടുത്തെ മിസ്സിംഗ് ടൈം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ അതിട്ട് പോവാം. 8th one. 72 79 65 93 പിന്നെ എന്താ അറിയത്തില്ല 149. ഓക്കെ, നമ്പേഴ്സ് അത്യാവശ്യം നിയർ ബൈ അല്ല കിടക്കുന്നത്. നമുക്ക് ഡിഫറൻസുകൾ എടുത്ത് നോക്കാം. 72 79 ആയിട്ടുണ്ട്. എത്രയാണ്? +7. 79 65 ആയിട്ടുണ്ട്. കുറഞ്ഞല്ലേ? -14. അടുത്തത് പ്ലസ് എത്ര വരും? 5 3 ആവണമെങ്കിൽ 8 ആഡ് ചെയ്യണം. അപ്പോൾ 7 ആവും 2. എല്ലാം 7ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ? 7 14 28. അങ്ങനെ അടുത്ത എത്ര ആയിരിക്കും? അടുത്ത 35 ആയിരിക്കും, പക്ഷെ മൈനസ് ആയിരിക്കും. 93 35 മാറി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 8 5 58 കിട്ടത്തില്ലേ? ഓക്കെ, പക്ഷേ 58 അല്ല ഓപ്ഷൻസിൽ കിടക്കുന്നത്, അല്ലേ? 30യുടെ റേഞ്ചിലല്ല കിടക്കുന്നത്. അപ്പോൾ മനസ്സിലായി, ഇതല്ല ലോജിക്ക്. ഓക്കെ, സോ നമുക്കൊന്നുകൂടെ നോക്കാം. എന്തായാലും ഡിഫറൻസ് 7ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ? ഇത് 7 × 1 ആണ്, ഇത് 7 × 2, ഇത് 7 × 4. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈ എന്നത് ഡബിൾ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അടുത്ത ഡിഫറൻസ് എത്ര ആയിരിക്കും? 7 × 8 ആയിരിക്കും. 7 × 8 56 ആയിരിക്കും ഡിഫറൻസ്. 56 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 56 7 63 63 30 91 37 ആണ് അവിടെ വരും. ഓക്കെ, അടുത്ത ഡിഫറൻസ് എത്ര ആയിരിക്കും? അടുത്ത ഡിഫറൻസ് 7 × 16 ആയിരിക്കട്ടില്ലേ? 7 × 16 എന്ന് പറഞ്ഞാൽ എത്ര വരും? 70 + 42 112 എന്ന് വരത്തില്ലേ? 37യുടെ 112 ആഡ് ചെയ്യുമ്പോൾ 149 കറക്റ്റ് അല്ലേ? സോ 37 ആണ് അവിടുത്തെ മിസ്സിംഗ് ടൈം. ക്ലിയർ ആണോ? അടുത്തത് 9ാമത്തെ ക്വസ്റ്റിനകത്തോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9. 8 9 19 58 233. 8 9 19 58 233. നമ്പേഴ്സ് അത്യാവശ്യം റാപ്പിഡ്ലി ഇൻക്രീസിംഗ് അല്ലേ? സോ മിക്കവാറും ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് അഡീഷണൽ സബ്ട്രാക്ഷൻ. നമ്മൾ ഈ നമ്പേഴ്സ് ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് × 1 + 1 ആണ്, ഇത് × 2 + 1 ആണ്, ഇത് × 3 + 1 ആണ്. അടുത്ത × 4 + 1 ആണെങ്കിൽ അതിൻ്റെ അടുത്ത് എന്തായിരിക്കും? × 5 + 1 ആണ്. 90 × 3 57 ആണ്, +1 ആണ് 58. അടുത്തത് ചെക്ക് ചെയ്ത് നോക്കി. 58 × 4 ചെയ്യുമ്പോഴത്തേനും 200 232 + 1 233. അപ്പോൾ അടുത്ത × 5 + 1 ആയിരിക്കും. അപ്പോൾ എത്ര വരും? 200 × 5 1000, 13 × 5 ചെയ്താൽ 150. അപ്പോൾ 1150 ആയി. 150 + 15 ആഡ് ചെയ്താൽ 165 + 1 166 കിട്ടും. അപ്പോൾ 1166 ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ പോകാം. ക്വസ്റ്റൻ നമ്പർ 10. ഓക്കെ, 9 14 24 41 67. 9 14 24 41 67. നമ്പേഴ്സ് അത്യാവശ്യം നിയർ ബൈ അല്ലേ? നിയർ ബൈ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമുക്ക് ഡിഫറൻസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ +5 +10, ഇവിടെ എത്ര വരും? ഇത് +70. ഓക്കെ, 30 41. അടുത്ത വരിക 41 67 26 വരും. 5 10 17 26. ഡിഫറൻസ് എടുത്ത് നോക്കിയാലോ. ഇവിടുത്തെ ഡിഫറൻസ് 5, ഇവിടുത്തെ ഡിഫറൻസ് 7, ഇവിടുത്തെ ഡിഫറൻസ് 9. 5 7 9. ഇത് ഓഡ് നമ്പേഴ്സ് അല്ലേ? അപ്പോൾ അടുത്ത ഡിഫറൻസ് എത്രയായിരിക്കും? 11 ആയിരിക്കും. 26 + 11 ചെയ്താൽ 37 വരും. 67 + 37 ചെയ്താൽ 90 104 എന്നിട്ട് ആൻസർ. ഓക്കെ, ക്ലിയർ ആണ്. ഇത് ഡബിൾ ഡിഫറൻസ് ആണ്. ഡിഫറൻസ് എടുത്തല്ല ആൻസർ വന്നേ. സോ ഇത് നമ്മൾ ഡബിൾ ഡിഫറൻസ് ആണ് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11. 7 3.5 3.5 7 28. മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കത്തില്ലേ? ഇവിടെ ഏകദേശം എത്ര വരും? × 0.5. ഇവിടെ × 1. ഇത് × 2. ഡബിൾ ആയിട്ടല്ലേ വന്നേ? അടുത്ത × 4. അടുത്ത എത്രയായിരിക്കും? × 8 ആയിരിക്കത്തില്ലേ? 28 × 8 ചെയ്താൽ 160 + 64 224 എന്നിട്ട് ആൻസർ. ഓക്കെ, 224 അതാണ് കറക്റ്റ് ആൻസർ. 160 64 224. ക്ലിയർ ആണോ? നമ്പേഴ്സ് ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ അവിടെ സംഭവിക്കുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6 5 9 26 പിന്നെന്താ അറിയത്തില്ല 514. 6 5 9 26 പിന്നെന്താ അറിയത്തില്ല 514. ഓക്കെ, നമ്പേഴ്സ് നിയർ ബൈ ആണ്, പക്ഷെ ഉണ്ടല്ലോ നമ്പർ ആദ്യം കുറഞ്ഞിട്ടല്ലേ കൂടുന്നത്. നമ്പർ കുറഞ്ഞിട്ട് കൂടുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി ഫ്രാക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്, പക്ഷേ നമ്പേഴ്സ് ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് ഇൻറ്റു 2 - 1, ഇത് ഇൻറ്റു 3 - 1, ഇത് ഇൻറ്റു 1 - 1. ഓക്കെ, സോ ഫ്രാക്ഷൻ വരാൻ സാധ്യതയുണ്ട്, ബട്ട് ഇവിടെ ഫ്രാക്ഷൻ വന്നോ ഇല്ല. അപ്പോൾ നമ്പർ കുറഞ്ഞിട്ട് കൂടുമ്പോൾ ഫ്രാക്ഷൻ വരാനൊരു പോസിബിലിറ്റി ഉണ്ടാവും, പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്തത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം ഇൻറ്റു 1 - 1, ഇൻറ്റു 2 - 1, ഇൻറ്റു 3 - 1. അപ്പോൾ അടുത്താണ് ഇൻറ്റു 4 - 1 ആയിരിക്കും അല്ലേ. 26 ഇൻറ്റു 4 - 1, 26ന്റെ ഡബിളിൻ്റെ ഡബിൾ എടുത്താൽ മതി. 15 104 -1 ചെയ്താൽ 103 എന്നുണ്ട്. അടുത്തത് 1 2 3 4 ഇൻറ്റു 5 - 1 ആയിരിക്കും അല്ലേ. 103 ഇൻറ്റു 5 കഴിഞ്ഞാൽ 500 550 -1 514 എന്നുണ്ട്. സോ മിസ്സിംഗ് ടൈം എത്രയാണ്? മിസ്സിംഗ് ടൈം 103 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. 6 10 15 22 32. നമ്പേഴ്സ് നിയർ ബൈ അല്ലേ. ഡിഫറൻസ് എടുക്കാം. ഇവിടുത്തെ ഡിഫറൻസ് +4 +5 +7 +10. 4 5 7 10. ഡബിൾ ഡിഫറൻസ് എടുത്ത് നോക്കുക. +1 +2 +3. അപ്പോൾ അടുത്ത എത്ര ആയിരിക്കും? +4 14 ആയിരിക്കത്തില്ലേ. 32 + 14 ആഡ് ചെയ്ത് കിട്ടും 40 46 എന്നിട്ട് ആൻസർ. ഓക്കെ, 46 ആണ് നെക്സ്റ്റ് ടൈം. സോ ഇത് ഡബിൾ ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ലെവൽ ഡിഫറൻസ് എടുത്ത് നമുക്ക് സംഭവം മനസ്സിലായില്ല, അതുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് ലെവൽ ഡിഫറൻസ് എടുത്തത്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 14. 3 17 45 87 പിന്നെ എത്ര അറിയത്തില്ല 213. 3 17 45 87 213. നമ്പേഴ്സ് അത്യാവശ്യം റാപ്പിഡായിട്ട് ഇൻക്രീസ് ആവുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് ഡിഫറൻസ് ജസ്റ്റ് നോക്കാം. അത് സെറ്റായി നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ഓക്കെ, അത് മൾട്ടിപ്ലിക്കേഷൻ നോക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഇൻറ്റു 2 - 3 ആണ്, പക്ഷെ ഇത് അങ്ങനെയല്ല വരിക, ഇതും അങ്ങനെയല്ല വരിക. അതുകൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് ചെക്ക് ചെയ്യാത്തത്. ഓക്കെ, നമുക്ക് ആദ്യം ഡിഫറൻസ് നോക്കാം. ഇവിടുത്തെ ഡിഫറൻസ് +14, ഇവിടുത്തെ ഡിഫറൻസ് 28, ഇവിടുത്തെ ഡിഫറൻസ് 42, ഇത് 7 to 2 7 to 4 7 to 6. അപ്പോൾ അടുത്താണ് ഈ 7 to 8 ആയിരിക്കത്തില്ലേ. 56 സോറി 7 to 8 56 ആയിരിക്കണ്ടേ. നമുക്ക് നോക്കാം. 87 + 56 ചെയ്താൽ 130 143 എന്ന് കിട്ടത്തില്ലേ. 143 അത് ഓപ്ഷൻ്റെ അതുണ്ട്. നെക്സ്റ്റും കൂടെ ഓക്കെ ആണെങ്കിൽ കൺഫേം ചെയ്യാം. അടുത്ത അങ്ങനെയാണെങ്കിൽ ഇത് 7 to 2 4 6 8. അപ്പോൾ 7 to 10 70 അല്ലേ വരിക. 143 + 70 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 213 എന്നുണ്ട്. കറക്റ്റാണ്. സോ ആൻസർ അത് തന്നെയാണ്. ഓക്കെ, ഇത് 13 ആയിരുന്നു, ഇത് 14. അടുത്ത ക്വസ്റ്റ്യൻ 15. 1 2 5 10 17. 1 2 5 10 17. നമ്പേഴ്സ് അത്യാവശ്യം റാപ്പിഡായിട്ട് ഇൻക്രീസ് ആവുന്നില്ലേ. പക്ഷെ നമുക്ക് ഡിഫറൻസ് നോക്കാം. കാരണം എല്ലായിടത്തും പ്രോപ്പർ മൾട്ടിപ്ലിക്കേഷൻ അല്ല. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് അഡീഷണൽ സബ്ട്രാക്ഷൻ നോക്കുമ്പോഴും പ്രോപ്പറായിട്ട് ഫസ്റ്റ് ലെവൽ ആൻസർ ആലോചിക്കുമ്പോൾ നമുക്കൊന്നും കണക്ട് ആവുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ഡിഫറൻസ് എടുത്ത് നോക്കാം. ഇവിടെ +1 ഇവിടെ +3 +5 +7 +1 +3 +5 +7. 1 + 3. ഓക്കെ, ഇത് ഓഡ് നമ്പേഴ്സ് അല്ലേ. 1 3 5 7. അപ്പോൾ അടുത്ത എത്ര ആയിരിക്കും? 9 ആയിരിക്കും. 17 9 അവിടെ എത്ര കിട്ടും? 26 എന്നിട്ട് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 15 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 16. 8 12 20 36 68. 8 12 20 36 68. മൾട്ടിപ്ലിക്കേഷൻ പോലെ തോന്നുന്നുണ്ട്. നമുക്ക് ആദ്യം ഡിഫറൻസ് നോക്കാം. ഓക്കെ, എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് നോക്കാം. ഇവിടെ +4 +8 +16. അടുത്തത് 32. ഡബിൾ ആയിട്ടല്ലേ പോകുന്നത്. അപ്പോൾ അടുത്ത ഡിഫറൻസ് എത്രയായിരിക്കും? 64 ആയിരിക്കും. അപ്പോൾ 120 132 എന്നിട്ട് ആൻസർ. ഓക്കെ, ഇത് 16. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 17. 2 നെക്സ്റ്റ് ടൈം അറിയത്തില്ല. 30 74 154 പിന്നെ 282. 2 പിന്നെ എത്ര അറിയത്തില്ല. 30 74 154 282. ഓക്കെ,
നമുക്ക് പരിചയമുള്ള സീരീസ് വല്ലതും ആണോ അത്? 81 5Q പ്ലസ് 5 സ്ക്വയർ പ്ലസ് 5 8 സ്ക്വയർ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡിഫറൻസ് നോക്കാവേ. ഡിഫറൻസ് നോക്കാം, എന്നിട്ട് നമുക്ക് വേറെ നോക്കാം. ഇതിപ്പോൾ ഒരു 44 ആയിരിക്കും. ഇത് എത്രയായിരിക്കും? ഇത് 80 ആയിരിക്കും. ഇതിൻ്റെ ഡിഫറൻസ് എത്ര വരും? അവസാനം ഒരു 8 6 2 128. 44 80 128. ഓക്കെ, ഒന്നര ഡിഫറൻസ് എടുത്ത് നോക്കിയാലോ. ഇവിടെ എത്ര വരും? 6 3 36. ഇവിടെ 48. ഓക്കെ, ഡബിൾ ഡിഫറൻസ് 36 48. ഇത് 12ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ? ഇത് 12 × 4, ഇത് 12 × 3. അങ്ങനെയാണ് അടുത്തത് 12 × 2 24 ആയിരിക്കണ്ടേ? 24 ഡിഫറൻസ് വരണമെങ്കിൽ ഇവിടെ 20 ആയിരിക്കണ്ടേ? അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിഫറൻസ് 20. അതിൻ്റെ അടുത്ത ഡിഫറൻസ് 12 × 1 12 ആയിരിക്കണ്ടേ? അപ്പോൾ ഈ ഡിഫറൻസ് 8 എന്ന് വരണ്ടേ? ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻസ് 48, ഇത് 36. 12 × 4 12 × 3. അടുത്ത 12 × 2 24 വരണമെങ്കിൽ ഇവിടെ 20 വരണം. അടുത്ത 12 വരണമെങ്കിൽ ഇവിടെ 8 വരണം. ഓക്കെ, 44 20. അപ്പോൾ ഇവിടെ എത്ര വരും? 10 വരും. 2 + 8 10. 10 + 20 30. 30 + 44 74. അപ്പോൾ ടാലി ആയില്ലേ നമ്പേഴ്സ്? സോ നമുക്കിവിടെ അത്യാവശ്യം വേണ്ട നമ്പേഴ്സ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡബിൾ ഡിഫറൻസ് എടുത്തിട്ട് അതിൽ നിന്ന് എന്ത് വരാൻ പോസിബിലിറ്റി ഉണ്ടെന്ന് നോക്കിയിട്ടാണ് ഈ നമ്പേഴ്സ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഏതാണ് മിസ്സിംഗ് ടൈം? മിസ്സിംഗ് ടൈം 10 ആയിരിക്കും. ഓക്കെ, മിസ്സിംഗ് ടൈം 10 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ നമുക്ക് പോകാം. ക്വസ്റ്റൻ നമ്പർ 18. 5 6 10 19 35. 5 6 10 19 35. ഇവിടെ നമ്പേഴ്സ് അത്യാവശ്യം നിയർ ബൈ ആണ്. മൾട്ടിപ്ലിക്കേഷൻ പോലെ തോന്നുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. ഇവിടുത്തെ ഡിഫറൻസ് 1, ഇവിടുത്തെ ഡിഫറൻസ് 4, ഇവിടുത്തെ ഡിഫറൻസ് 9, ഇവിടുത്തെ ഡിഫറൻസ് 6 2 1 16. 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ. അപ്പോൾ അടുത്ത 5 സ്ക്വയർ 25 ആയിരിക്കും. ആദ്യമത്തിന് എത്ര കിട്ടും? 16 കിട്ടും ആൻസർ. ഓക്കെ, ഇത് ക്വസ്റ്റൻ നമ്പർ 18 ആണ്. അടുത്തത് ക്വസ്റ്റൻ നമ്പർ 19. 1 6 16 31 51. നമ്പേഴ്സ് നിയർ ബൈ അല്ലേ? ഡിഫറൻസ് എടുക്കാം. ഇവിടുത്തെ ഡിഫറൻസ് 5, ഡിഫറൻസ് 10, ഇവിടെ 15, ഇവിടെ 20. 5 10 15 20. അപ്പോൾ അടുത്ത ഡിഫറൻസ് എത്ര? 25 ആയിരിക്കും. അപ്പോൾ 70 76 കിട്ടും ആൻസർ. ഓക്കെ, നിയർ ടൈംസ് നിയർ ബൈ ആണ് എന്ത് ചെയ്യുക? ഡിഫറൻസ് എടുത്തു പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20. 2 4 7 പിന്നെ 12 19. 2 4 7 12 19. ഓക്കെ, ഡിഫറൻസ് എടുത്ത് നോക്കാം. നിയർ ബൈ അല്ലേ? ഇവിടുത്തെ ഡിഫറൻസ് 2, ഇവിടുത്തെ ഡിഫറൻസ് 3, ഇവിടുത്തെ ഡിഫറൻസ് 5, ഇവിടുത്തെ ഡിഫറൻസ് 7. 2 3 5 7. ഇത് പ്രൈം നമ്പേഴ്സ് അല്ലേ? അടുത്ത 11 ആയിരിക്കും ഇതില്ല. അപ്പോൾ എത്ര ആയിരിക്കും ആൻസർ? 30 ആയിരിക്കും ആൻസർ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്തത് കഴിഞ്ഞ വർഷത്തെ ക്ലറിക്കൽ ബാങ്കിൽ എക്സാംസിൻ്റെ മെമ്മറി വൈസിൽ പ്രീവിയസ് ഇയർ നമ്പർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഓൾറെഡി റെഗുലറായിട്ട് കാണാറുള്ള പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? നിയർ ബൈ ടൈംസ് വരും, റാപ്പിഡ് ഇൻക്രീസ് വരും, റാപ്പിഡ് ഇൻക്രീസ് തന്നെ മൾട്ടിപ്ലിക്കേഷൻ വരും, മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ വരും. ഓക്കെ, ദെൻ ഡിഫറൻസിൻ്റെ സീരീസ് വരും, ഡബിൾ ഡിഫറൻസിൻ്റെ സീരീസ് വരും. ഓക്കെ, ഇതൊന്നും കൂടാതെ ചിലപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പേഴ്സ് ഫസ്റ്റ് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, മൈൻഡിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ക്വസ്റ്റൻ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യും. കാരണം നമ്പർ സീരീസ് അത്യാവശ്യം ടൈം കൺസ്യൂമിങ് എടുക്കുന്ന സംഭവമാണ് അല്ലേ? നമ്മൾ വെറുതെ ട്രാപ്പായി പോയി കഴിഞ്ഞാൽ അത്രയും സമയം നമുക്ക് വേസ്റ്റ് ആയി പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക, കിട്ടുവാണെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ എക്സാംസ് അല്ല, അത് ക്വസ്റ്റ്യൻസ് ഈസി ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ടിൽ തിരിച്ചു വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് ആ ലോജിക്ക് കത്തുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും നമ്പർ സീരീസിന് ക്വസ്റ്റ്യൻ വെച്ച് ടൈം കളയരുത്. ജസ്റ്റ് നോക്കുക, കിട്ടുവാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ വിട്ടേക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാനുള്ള മൈൻഡ് കാണിക്കണം. അല്ലാതെ നമുക്ക് അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ബാക്കി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ടൈം കൂടെ നമ്മുടെ വേസ്റ്റ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാംസിന് അപ്കമിങ് എന്തായാലും വരും. ഓക്കെ, ഈ വർഷത്തെ എക്സാംസ് സ്റ്റാർട്ട് ആയിട്ടില്ല, നോട്ടിഫിക്കേഷൻസ് വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എക്സാം വന്നു കഴിഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാതെ ഇപ്പോഴേ പഠിച്ച് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എവരിവൺ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.